കലാകാരന്റെ വേഷം കെട്ടി നടക്കണുണ്ടല്ലോ നീ. നിനക്ക് വിവരം ഉണ്ടോടാ? ഇല്ല. കലയും കലാകാരനൊന്നും എനിക്ക് മനസ്സിലാവില്ല. എന്റെ മുഖത്ത് നോക്കിയ കൂട്ടുകാരനെ പരിഹസിച്ചിരിക്കുന്നത്. എനിക്കിഷ്ടമല്ല അവിടെ കൂത്തിന് പോണത്. നിന്റെ ഇഷ്ടം നോക്കി അവളുടെ ഭാവി നശിപ്പിക്കണോ? നിനക്ക് ഇഷ്ടമല്ലേ നീ അവളെ കെട്ടണ്ട. തീർന്നില്ലേ? തോന്നുമ്പോ വേണമെന്നും വേണ്ടെന്നും വെക്കാൻ പറ്റുന്നതാണോ ഏട്ടാ മനസ്സ്? എല്ലാവരും കൂടെ എന്നെ പറഞ്ഞു മോഹിപ്പിച്ചിട്ട് ഇപ്പൊ അയ്യേ, എന്താ ഇത്? കുട്ടികളെ പോലെ ഏട്ടത്തി പറയണത് കേക്ക്. ഞാൻ അവളോട് വേണ്ട, ആരും ഒന്നും പറയണ്ട. എനിക്കറിയാം എന്താ ചെയ്യേണ്ടെന്ന്. ജീവനുണ്ടെങ്കിൽ ഞാൻ ഈ പ്രോഗ്രാമിൽ സമ്മതിക്കില്ല. വരുന്നുണ്ട് അയാള് തന്നെ. എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? എന്താ നിന്റെ ഉദ്ദേശം? എന്നെ കൊന്നിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? പറ. എനിക്ക് എന്റെ ജീവിതം വേണം. മാളുവിനെ നിങ്ങൾ പറഞ്ഞ് മയക്കിയെടുത്തു. എന്നെ കാണുന്നത് തന്നെ അവൾക്ക് വെറുപ്പാണ്. രാത്രിയും പകലും അവളെ കൊണ്ടു നടന്ന് നിങ്ങൾ എന്റെ ജീവിതം തകർത്തു. നീ വിചാരിക്കുന്ന പോലല്ല. ഒന്നും എനിക്ക് കേൾക്കണ്ട. എന്നെ ഒരു തകരപ്പാട്ട പോലെ തട്ടിക്കളഞ്ഞ് നീ അങ്ങനെ സുഖിക്കണ്ട. അത് ഞാൻ സമ്മതിക്കണ്ട പട്ടി. ആ കുട്ടി വരുന്നുണ്ട്. വരൂ, കയറി വരൂ. രക്ഷപ്പെട്ടു. കൊന്നില്ല അവര്, ഭാഗ്യം. ഇന്ന് ഇത് അവതരിപ്പിച്ച് കണ്ടിട്ട് മരിക്കാനും തയ്യാർ. വെറുതെ വേണ്ടാത്ത വർത്തമാനം പറയണ്ട. മോളിരിക്കേ. ആര് ചെയ്തു, എന്തിനു ചെയ്തു എന്ന് എനിക്ക് ഒരു പിടിയും കിട്ടണില്ല. എന്തെങ്കിലും ഉദ്ദേശം കാണും അല്ലേ? അമ്മേ, നമ്മുടെ സീത വന്നിട്ട് ഒരു കപ്പ് കാപ്പിയെങ്കിലും കൊടുക്കണ്ടേ? ആരൊക്കെയാണെന്ന് മനസ്സിലായോ? ഇല്ല, രാത്രിയല്ലേ. 3 ആളുണ്ടായിരുന്നു. കുറച്ചു മുമ്പ് മാധവനുണ്ണി മാഷ് വന്നിരുന്നു. എല്ലാരും അറിഞ്ഞു അല്ലേ? ഇന്ന് പ്രോഗ്രാം നടക്കില്ല എന്നാ എല്ലാരും പറയണത്. പ്രോഗ്രാം നടക്കണം, അത് മുടക്കാൻ പാടില്ല. എനിക്കൊരു കുഴപ്പമില്ല. മേലിത്തിരി വേദനയുണ്ട്, പിന്നെ ചെറിയൊരു പനിയും. 1/2 കുപ്പി സാധനത്തില് നല്ല കുരുമുളകിട്ടൊരു പിടി പിടിച്ചാൽ മതി. ഓക്കെ, പിന്നെ ഒരു മരുന്നും വേണ്ട. ആശാൻ അറിഞ്ഞില്ലേ എന്റെ ഗുസ്തി? വരാനിരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പോരുമായിരുന്നു. അറിയാതെ ഒരു തെറ്റെനിക്ക് പറ്റിയിട്ടുണ്ട്. ഏറ്റു പറഞ്ഞു മാപ്പിരക്കാൻ. തെറ്റോ? എന്ത് തെറ്റ് ചെയ്തു നീ? ചില കഥകള്
ആളുകൾ പറയണത് കേട്ടിട്ടുണ്ടാവും. ഞാൻ ഈ ആളുകളെ ശ്രദ്ധിക്കാറില്ല. നമ്മുടെ മനസ്സിൽ കറ പുരളാതിരിക്കുക, പിന്നൊന്നും ബാധിക്കില്ല. ഒരാരോപണവും നമ്മളെ സ്പർശിക്കില്ല. എന്റെ മനസ്സിൽ കറ പുരട്ടിരുന്നു. അരുതാത്തത് പലതും മോഹിച്ചു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കരയാതെ കാര്യം പറയൂ. മാഷിനെ എനിക്ക് വെറുപ്പായിരുന്നു. പിന്നെ ഭക്തി, അത് ആരാധനയായി. പിന്നീട് ഞാൻ സ്നേഹിച്ചു പോയി. എന്ത് അവിവേകമാണ് കുട്ടി നീ പറയുന്നത്? ഛേ, ഇതാണ് പെണ്ണിന്റെ ചാബല്യം. അനിയത്തെ പോലെ കണ്ടവളും ശിക്ഷയും ഒക്കെ അതെ. ആരാണ് എന്താണ് ഒന്നും നോക്കില്ല. ശാസ്ത്രം പഠിച്ചവളല്ലേ നീ. ഗുരു പിതൃതുല്യനാണ്. നീ എനിക്ക് മകളെ പോലെയാണ്. ഗുരുവിനെ കാമിക്കുന്നവൾ പിതാവിനെ കാമിക്കുന്നവളാണ്. മാപ്പ്, അവിവേകം പുറത്ത് മാപ്പ് തരണം. കരയണ്ട. ഈ ആയുസ്സും മനസ്സും ശരീരവും എല്ലാം ഒരുവൾക്ക് കൊടുത്തവനാണ് ഞാൻ. ഇന്നും അവൾ എന്നോടൊപ്പം ഉണ്ട്. നീ എന്നും എനിക്ക് ഏറ്റവും പ്രിയങ്കരിയായ ശിഷ്യയായിരിക്കും. ശിഷ്യ മാത്രം. ആ ഭാഗ്യം മാത്രം മതി. മാധവനുണ്ണി മാഷിന്റെ ഒരു ചോദ്യത്തിന് മുന്നിൽ ഒരു രാവ് മുഴുവൻ ഉമിത്തിയില്ലെന്ന് പോലെ ഞാൻ നേറി. ഇപ്പൊ എനിക്ക് അദ്ദേഹത്തോട് മറുപടി പറയാം. കറ കളഞ്ഞ് തങ്കത്തളിക പോലെ പവിത്രമായ മനസ്സാണ് എന്റേത്. ആരുടെയും വിശ്വാസങ്ങളും പ്രതീക്ഷകളും എനിക്ക് തകർക്കണ്ട. നിനക്ക് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനില്ലേ, സോമശേഖരൻ. അവൻ നിന്നെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. അവനേക്കാൾ നല്ലൊരു ചെറുപ്പക്കാരനെ നിനക്ക് കിട്ടില്ല. അവനെ നിഷേധിക്കരുത്, വേദനിപ്പിക്കരുത്. എനിക്കവനെ മനസ്സിലായി. ഇന്ന് അവനെ ക്ഷണിക്കണം. സീതയായി നീ അരങ്ങേറുന്നത് കാണാൻ. നിന്റെ യഥാർത്ഥ അരങ്ങേറ്റം എന്റെയും. എനിക്ക് മനസ്സിലാവണില്ല. ബുദ്ധിയോ വിവരമുള്ളവര് ആരെങ്കിലും ചെയ്യോ? ഗുരുനാഥനെ പോലെ ഒരാളെ ആളെ കൂട്ടി തല്ലിക്കുക. എന്റെ ഈശ്വര, എന്ത് പറ്റി ഈ കുട്ടിക്ക്? ഭ്രാന്ത് അല്ലാണ്ടെന്താ? നന്ദൻ ഇത് പറഞ്ഞപ്പോ മുഖത്തടി കൊണ്ട പോലെയാ ഞാൻ. അയാൾ ഒരു തമാശ പറയണ പോലെയാ പറഞ്ഞത്. എന്താ മറുപടി പറയാ? പോലീസിൽ കംപ്ലൈന്റ് ചെയ്ത് പിടിപ്പിക്കാൻ പറഞ്ഞു. അയ്യോ, അതൊന്നും വേണ്ട. ദേഷ്യപ്പെടാണ്ട് സ്നേഹത്തില് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കവനെ. അതിനെവിടെ പോയാ കണ്ടുപിടിക്കുക? പോസ്റ്റിൽ എത്തിയിട്ടില്ല. ശാരത്ത് പോയിട്ടുണ്ടാവും, അല്ലാണ്ട് എവിടെ പോവാനാ? ശാരത്തേക്ക് വരണത് ഉണ്ണിക്ക് മടിയായിരുന്നല്ലോ. എന്താ പഠിപ്പില്ലേ? എന്താ ചൊടിയും ചോണയില്ലാണ്ട്? സുഖയില്ലേ? ഏയ് ഒന്നുമില്ല. അതെടുക്കണ്ട, കയ്യിലൊക്കെ ആയ മെനക്കേടാ. വലിയേട്ടൻ വരുന്നു. എടാ ഉണ്ണി, നീ മാധവനോട് പറയണ്ടാ പോന്നേ. അവൻ ആകെ പരിഭ്രമിച്ചിരിക്കുക. ശങ്കരത്തെ മേനന്റെ ഫോണിൽ വിളിച്ചു ചോദിച്ചിരിക്കുന്നു നീ ഇവിടെ എത്തിയോന്ന്. പറഞ്ഞിട്ട് പോന്നൂടായിരുന്നു നിനക്ക്? നിന്നോട് വേഗം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കണേ. എന്തോ അത്യാവശ്യം ഉണ്ടത്രേ. എടോ, എന്താ കാണിച്ചോണ്ടിരിക്കണേ? ഒന്ന് വേഗം നോക്ക്. സന്ധ്യയിൽ എന്തിനീ പിൻവിളി, എന്തിനീ സാന്ത്വന സല്ലാപവിസ്വനം. വന്നു ഞാൻ നിസ്വയാ
അത് ശരി. നീ ഇവിടെ ഒന്ന് ഓരോന്ന് പൊട്ടിച്ചടിക്കുക. തട്ട് തട്ട്. ഈ രംഗം ഇപ്പൊ കഴിയും. 5 പൊട്ടിച്ചു വയ്ക്കടാ. നീ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? നിന്റെ ഏട്ടൻ ഹോസ്റ്റൽ അന്വേഷിച്ചു വന്നിരുന്നു. വീട്ടിൽ പോയി. അപ്പൊ നീ പ്രോഗ്രാം കണ്ടില്ലേ? ഇല്ല. നിന്റെ നങ്ങേരമ്മ കസറിട്ടോ. ഇനി അവളെ പിടിച്ചാ കിട്ടില്ല. ചെല്ലു ചെല്ലു, നീ കൂടി ചെല്ലു. ബാക്കി ഞാൻ കൊണ്ടുവരാം. എടാ ചെല്ലടാ. നീ എപ്പോഴാ വന്നത്? നല്ല ആളാ. പൂവി കലക്കാൻ പരിപാടി ഇട്ടാൾ. ഇപ്പൊ അതേ സഹായകം പറ്റും. ഒരു തംസപ്പ് അടിക്കാല്ലേ? ബോസല്ലേ? എടുക്കരുത്. കഥ പറയാൻ കണ്ട നേരം അവിടെ ആളുകൾ കുടിക്കാൻ വെള്ളം ചോദിച്ചോണ്ടിരിക്കും. കുടിക്കാൻ കൊടുക്കാൻ ആരുമില്ലേ? അയ്യോ, അത് ഞാൻ ഇടിവെട്ടേറ്റ പോലെ നിൽക്കാതെ മാറി നിൽക്കടാ അങ്ങോട്ട്. നീ ഒരു കാര്യം ചോദിക്കട്ടെ. നന്ദോപം മാഷെ തല്ലിച്ചത് നീയാണോ? ഞാനിപ്പോ വരാം. ഉരുളല്ലേ നീയാണോ? ഒന്ന് പോടാ അവിടുന്ന്. സുഹൃത്തുക്കളെ, വികാരസാന്ദ്രമായ അടുത്ത ഒരു രംഗത്തോട് സീതാരാമായണം എന്ന നൃത്തശില്പം ഇവിടെ പൂർണ്ണമാവുകയാണ്. ലവനും കുശനും തന്റെ പുത്രന്മാരാണെന്ന് അംഗീകരിച്ച് സ്വീകരിച്ചതിനു ശേഷവും സീതയെ സ്വീകരിക്കാൻ കോസലരാജധാനി മടിക്കുന്നു. സീത പരസ്യമായി മാപ്പപേക്ഷിക്കണമെന്ന് ശ്രീരാമൻ ആവശ്യപ്പെടുന്നു. അതിൽ ധാർമ്മികരോഷം കൊണ്ട സീത തന്റെ മാതാവായ ഭൂമിദേവിയോട് അഭയം തരണമേ എന്ന് സീത അപേക്ഷിക്കുന്നു. ഭൂമി പിളർന്ന് വസുന്ധര മകളെ സ്വീകരിക്കുന്നു. അവിടെ നിൽക്കാൻ. തല്ലാനും തല്ലിക്കാനും ഒക്കെ ഉള്ള ധൈര്യം വന്നു നിനക്ക് അല്ലടാ? സീതാരാമായണം എന്ന നൃത്തശില്പത്തിന്റെ എന്തു പറ്റിയടാ നിനക്ക് ഇത്രയും വിവരക്കേട് കാണിക്കാൻ? ഞാൻ ഇപ്പൊ ഒന്നും പറയുന്നില്ല. നന്ദഗോപൻ നിന്നെ കണ്ട് സംസാരിക്കാതിരിക്കണുണ്ട്. നീ എന്താ വിചാരിച്ചേ? ആണും പെണ്ണും തമ്മിൽ ഈ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ? കഷ്ടം. സംശയം ഒരു രോഗാണ്. നിനക്ക് അതാണ്. നിന്നെ തിരക്കി ഇന്ന് ആ കുട്ടി 3-4 പ്രാവശ്യം വീട്ടിൽ വന്നിരുന്നു. മാളവിക നിന്നോടെന്തോ ധിക്കാരം കാണിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞ് ഏടത്തിന്റെ അടുത്ത് തെറ്റും മാപ്പും പറഞ്ഞ് കുറെ കരഞ്ഞു. അരങ്ങേറ്റത്തിന് നീ ഉണ്ടാവണമെന്ന് അവൾക്ക് വലിയ നിർബന്ധമായിരുന്നു. നിനക്കിഷ്ടമില്ലെങ്കിൽ അവൾ ഇനി നൃത്തം പഠിക്കാൻ പോലും പോണില്ലാത്രേ. തൃപ്തിയായോ? സ്നേഹം സ്നേഹം കൊണ്ടേ മനസ്സിലാക്കാൻ പറ്റൂ. നന്മയെ നന്മ കൊണ്ടും. നീ കരയൊന്നും വേണ്ട. തെറ്റു മനസ്സിലാക്കി തിരുത്തുക. തിരുത്താൻ പറ്റില്ല ഏട്ടാ. എനിക്കൊരു അബദ്ധം പറ്റി. നന്ദഗോപൻ മാഷ്ക്ക് കൊടുക്കാൻ തംസപ്പിൽ വിഷം ചേർത്തു. വിഷമോ? അത് അതെന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. തംസപ്പ് കുടിച്ച ആരോ ഒരാൾ അത് കഴിച്ചിട്ടുണ്ട്. മാണു, മാഷ്, പ്രിൻസിപ്പൽ, പിന്നെ ആരൊക്കെയോ. ആരാണെന്ന് എനിക്കറിയില്ല. സുമുഹൂർത്തമാ സ്വസ്തി സ്വസ്തി സ്വസ്തി. സൂര്യചന്ദ്രന്മാർക്കിരിപ്പിടമാകുവിൻ രാമസാമ്രാജ്യമേ. ദേവകളെ മാമുനിമാരെ സ്നേഹതാരങ്ങളെ സ്വപ്നങ്ങളെ പൂക്കളെ വിടയാകുമീ വേളയിൽ സ്വസ്തി സ്വസ്തി സ്വസ്തി.
മാധുരിയും മംഗളദുന്ദുഭീനാദവുമാ മിഥിലാപുരിയിലെ മൺകിടാവിന് രാജകലയുടെ മാമാങ്കമേകിയ കോസല രാജകുമാര സുമുഹൂർത്തമാ സ്വസ്തി സ്വസ്തി സ്വസ്തി. ആത്മനിവേദനമറിയാതെ എന്തിനിൻ മുദ്രാങ്കുലിയം വലിച്ചെറിഞ്ഞു. ആത്മനിവേദനമറിയാതെ എന്തിനിൻ മുദ്രാങ്കുലിയം വലിച്ചെറിഞ്ഞു. രാഗചൂടാമണി ചെങ്കോൽ തുറുമ്പിലങ്ങെന്തിനു വെറുതെ പതിച്ചു വെച്ചു കോസല രാജകുമാര. എന്നെ ഞാനായി ജ്വലിപ്പിച്ചുണർത്തിയോരഗ്നിയെ പോലും അവിശ്വസിച്ചെങ്കിലും കോസല രാജകുമാര രാജകുമാര എന്നും അസങ്കൽപ്പ പാദപത്മങ്ങളിൽ തല ചായ്ച്ചു വെച്ചേ ഉറങ്ങിയുള്ളൂ സീത ഉറങ്ങിയുള്ളൂ. ശോകാന്തരാമായണം ദിഗന്ധങ്ങളിൽ മയങ്ങുന്നിതാശാപാശങ്ങൾ അധർമ്മം നടുങ്ങുന്നു മാത്താണ്ട പൗരുഷം രാമശിലയായി കറുത്തുവോ കൽപ്പാന്തവാരിയിൽ. അമ്മേ സർവം സഹയാ അമ്മേ രത്നഗർഭയാം അമ്മേ ത്രേതായുഗത്തിന്റെ കണ്ണുനീർമുത്തിനെ നെഞ്ചോടു ചേർത്തു ഉണർന്നെടുക്കൂ. സുമുഹൂർത്തമായി സ്വസ്തി സ്വസ്തി. നന്ദു എന്താ പക്ഷേ ഹോസ്പിറ്റലിൽ എത്തിക്കണം, വിഷം കഴിച്ചിരിക്കുക. നന്ദു എഴുന്നേക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയുന്നേക്കും. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ ഒരു വലിയ മോഹമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നന്ദു സാർ ഇത് പര്യവസാനിപ്പിക്കണം. എന്റെ ജീവിതാഭിലാഷമാണ്, തടയരുത്. നന്ദു പറയണത് കേൾക്കില്ല. നന്ദു നമുക്ക് മതിയാക്കാം. കുട്ടി, നിന്റെ അരങ്ങേറ്റമാണ്, അത് പര്യവസാനിപ്പിക്കണം. എന്റെ മോഹമാണ്. ഞാൻ അപേക്ഷിക്കുകയാണ്. ആശുപത്രി പോകാൻ നിർത്തരുത്, നിർത്തരുത്. വേണ്ട സാർ, നമുക്ക് നിർത്താം സാർ. ദനം